ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കുട്ടികൾക്ക് അധികവും വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ വിളർച്ചയും അങ്ങനെയുള്ള ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ആദ്യം തന്നെ വിരശല്യം പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇത് കൂടുതലായി അലട്ടുക നമ്മുടെ കുട്ടികളെ തന്നെയാണ്. കൃമികടി എന്ന അസ്വസ്ഥത മാത്രമല്ല വിരശല്യം ഉണ്ടാക്കുന്നത്. വയറ്റിൽ വളരുന്ന വിര രക്തം ഊറ്റി കുടിച്ചും അതുപോലെ തന്നെ പോഷകങ്ങൾ വലിച്ചെടുത്തും കുട്ടികൾക്ക് വിളർച്ചയും വയറുവേദനയും അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് പലപ്പോഴും വിരകൾ കുട്ടികളുടെ നഖത്തിലൂടെ ശരീരത്തിലെത്തുന്നത്. എന്നാൽ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും അതായത് കൈ നല്ലപോലെ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ വിരകൾ കുട്ടികളുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ വിരകൾ മുട്ടയിട്ട് പെരുകുന്നത് കുട്ടികളിൽ അലർജിയും എന്തിന് കൂടുതൽ ഗുരുതരമായ ന്യൂമോണിയ പോലുള്ള രോഗങ്ങളും ഉണ്ടാക്കും. മലദ്വാരത്തിലുള്ള അസഹ്യമായ ചൊറിച്ചലും പല കുട്ടികളെയും അലട്ടാറുണ്ട്. കുട്ടികളിലെ വിരശല്യത്തിന് ആൽബെൻഡസോൾ പോലുള്ള ഗുളികകൾ ഫലപ്രദമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വിരശല്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾ ഈ പ്രശ്നത്തിന് കഴിക്കാൻ മടിയാണെങ്കിൽ ഇതിന് പരിഹാരമായി പല വീട്ടുവൈദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം വഴികളെക്കുറിച്ചാണ് ഞാൻ പ്രധാനപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വിരശല്യം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഭക്ഷണത്തിനോട് വെറുപ്പ് കാണിക്കാറ്. അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും, അതേപോലെ തന്നെ വിളർച്ച ഉണ്ടാവും, അങ്ങനെയുള്ള പല ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളും അവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളെ കുട്ടികൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വിരശല്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുവൈദ്യം പരീക്ഷിക്കാവുന്നതാണ്. അതിലത്തെ ആദ്യത്തെ ഒന്നാണ് പച്ച പപ്പായ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ പച്ച പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ പച്ചപ്പപ്പായ ഇതിന് പറ്റിയ നല്ലൊരു മരുന്നാണ്. ഇത് കറി വെച്ച് കഴിക്കാം. ഇതുപോലെ പപ്പായയുടെ കുരു കഴിക്കുന്നതും വിരശല്യത്തിന് ഉത്തമമാണ്. ഇതുപോലുള്ള പച്ചപ്പപ്പായയുടെ കറയും നല്ലതാണ്. ഇത് പപ്പടത്തിലോ മറ്റോ ആക്കി വറുത്തെടുത്ത് കുട്ടികൾക്ക് ചോറിനൊപ്പോ മറ്റോ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതാണ് തുമ്പ. നമുക്കറിയാലോ, തുമ്പച്ചെടീനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഓണത്തുമ്പ വിരശല്യത്തിന് പറ്റിയ മറ്റൊരു നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ സമൂലം അരച്ച് നീരെടുത്ത് ഇതിൽ ഇത്ര തന്നെ ചെറുതേനും ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. ഇത് വിരശല്യത്തിൽ നിന്നും കുട്ടികൾക്ക് മോചനം നൽകുന്ന ഒന്നാണ്. ഇത് 2-3 ദിവസം കഴിക്കുന്നത് കൊണ്ട് തന്നെ വിരശല്യം പൂർണ്ണമായും മാറിക്കിട്ടും. പിന്നെ ആര്യവേപ്പിലയും അധിക പേരുടെയും വീട്ടിലുള്ള സാധനമാണ്. കുട്ടികളെ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് വിരശല്യത്തിൽ നിന്ന് മോചനം നൽകുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഇത് ദിവസവും ചെയ്യാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാം. ഇത് നല്ലൊരു അണുനാശിനി കൂടിയാണ്. പിന്നെ ഇതും നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് തേങ്ങാവെള്ളം. 1/2 ഗ്ലാസ് തേങ്ങാവെള്ളത്തിൽ 1 ടീസ്പൂൺ ചെറുതേൻ ചേർത്ത് കുട്ടികൾക്ക് നൽകാം. അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും, അത് അവർ കുടിക്കുകയും ചെയ്യും. ഇത് വിരശല്യത്തിനുള്ള നല്ലൊരു മരുന്നാണ്. തേങ്ങാവെള്ളം ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നുകൂടിയാണ്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ മഞ്ഞളും കുട്ടികളിലെ കൃമിശല്യത്തിനുള്ള നല്ലൊരു മരുന്നാണ്. ഇതിന് അണുനാശിനി സ്വഭാവമുള്ളതാണ് ഇതിന് ഗുണകരമായിട്ട് വരുന്നത്. രാവിലെയും വൈകിട്ടും ഇളം ചൂടുവെള്ളത്തിൽ 1 നുള്ള് വീതം മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് ഗുണം ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് പുറത്തുനിന്ന് പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ വേണം ഉപയോഗിക്കാൻ. 1 നുള്ള് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. മുതിർന്നവർക്ക് ആണെങ്കിൽ 1/4 കപ്പെല്ലാം ഉപയോഗിക്കാം. ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷിയും നൽകും. വിരശല്യം ഇല്ലെങ്കിലും കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്ന നല്ലൊരു മരുന്നാണിത്. പിന്നെ തൂമ്പയില, തുളസിയില, ഈ 2 ഇലകളും കുട്ടികളുടെ കൃമിശല്യത്തിന് നല്ലൊരു മരുന്നാണ്. ഇവ 2ൻ്റെയും നീര് തുല്യമായി എടുക്കുക. ഇത്ര തന്നെ ചെറുതേനും ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. തുളസിയില നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അണുനാശിനിയാണ്. പിന്നെ മറ്റൊന്നാണ് വെളുത്തുള്ളി വിരശല്യത്തിനുള്ള നല്ലൊരു മരുന്നാണ്. വെളുത്തുള്ളി അല്ലി 1 നല്ല പോലെ ചതച്ച് ഇതിൽ തേന്, അതും ചെറുതേൻ തന്നെ കൊടുക്കണം കേട്ടോ. ചെറിയ തേനീച്ചയുടെ തേനാണ് ഈ ചെറുതേൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ചെറുതേനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായിട്ടുള്ളത്. ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതൽ അതിനാണുള്ളത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തേനിൽ ഒരുപാട് ഷുഗർ കണ്ടൻറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഈ തടിമലിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്തതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ മലദ്വാരത്തിന് സമീപം ഓണത്തുമ്പയുടെ ഇലയും തണ്ടും കൂട്ടിക്കെട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ വയ്ക്കുക. കൃമികൾ ഇറങ്ങി വരുന്ന ഈ രീതി പണ്ട് കൃമിശല്യത്തിന് പരിഹാരമായി പണ്ടത്തെ ആൾക്കാരെല്ലാം ഉപയോഗിച്ച ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും ആരും ചെയ്യാറില്ല. അങ്ങനെയുള്ള
കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. ഈ വഴിയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും വിരശല്യത്തിന് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മുരിങ്ങാത്തൊലിയുടെ നീര് 1 ടീസ്പൂണ്, അതുപോലെ വെളുത്തുള്ളി നീര് 1/2 ടീസ്പൂണ്, ഇഞ്ചി നീര് 1 ടീസ്പൂണ്, നാരങ്ങ നീര് 1 ടീസ്പൂണ്, നാട്ടുമാങ്ങയുടെ തൊലി ഇടിച്ച് പിഴിഞ്ഞ നീര് 1 ടീസ്പൂണ്, കച്ചോല നീര് 1 ടീസ്പൂണ് എന്നിവ 1 നുള്ള് കായപ്പൊടിയും ചേർത്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കൃമിശല്യം മാറ്റിയെടുക്കാൻ ഉള്ള എല്ലാവിധ വീട്ടുവൈദ്യവും ഏകദേശം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വിരശല്യം മാറിക്കിട്ടുന്നതായിരിക്കും. ഈ വിരശല്യം മാറിക്കിട്ടിയാൽ തന്നെ ഒരുവിധം എല്ലാ മക്കളും നന്നായി ഫുഡ് കഴിക്കാൻ തുടങ്ങും. അധിക പേരിലും ഉള്ള ഈ വിരശല്യം കാരണം കൊണ്ടാണ് അധിക കുട്ടികൾക്ക് വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയും വരുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള മരുന്ന് വാങ്ങി കൊടുക്കുന്നതിൽ നല്ലത് ഇതേപോലെയുള്ള വീട്ടുവൈദ്യങ്ങളെല്ലാം പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.